ഇടുക്കി തൊടുപുഴ സ്വദേശി ബിജു ജോസഫിന്റെ കൊലപാതകം നാളുകളായി നടത്തിയ ആസൂത്രണത്തിന് ശേഷമെന്ന് ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ്. ഗോഡൌണിലെ മൻഹോളിൽ നടത്തിയ തിരച്ചിലാണ് ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മുൻപ് 2 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും സൂചനയുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയ തൊടുപുഴ ചുങ്കം സ്വദേശി ബിജുവിനെ കാണാതാകുകയായിരുന്നു. ഇന്നലെ ബിജുവിനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ തൊടുപുഴ പോലീസിൽ പരാതി നൽകി. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ബിജുവിന്റെ കാറ്ററിംഗ് ബിസിനസ് പങ്കാളിയടക്കം 3 പേർ കസ്റ്റഡിയിലായി. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കലയന്താനിയിലുള്ള ഗോഡൌണിലെ മാൻഹോളിൽ മൃതദേഹം കണ്ടെത്തിയത്. ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിലായിരുന്നു മൃതദേഹത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നു. നാളുകളായി നടത്തിയ ആസൂത്രണത്തിന് ശേഷമാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. മുൻപ് 2 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും സൂചനയുണ്ട്. മുഖ്യപ്രതി ജോമോനെ എറണാകുളത്ത് നിന്നാണ് പിടികൂടിയത്. കൊട്ടേഷൻ സംഘത്തിന് ഗൂഗിൾ പേ വഴി പണം നൽകിയതായി കണ്ടെത്തിയെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഇപ്പോഴത്തെ പ്രാഥമിക അന്വേഷണം നടത്താൻ തൽക്കാലം ഇവിടെ നിന്ന് മാറിയതാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന്റെ കൂടുതൽ ഒരാൾ വഴിയാണ് അറേഞ്ച് ചെയ്തായിട്ടാണ് ഇപ്പോഴത്തെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻസ് നടന്നതായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. കുറെ എമൗണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് അല്ലാതെ ഇഷ്യൂസ് ഉണ്ടാവും. അത് കൂടുതൽ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. എറണാകുളത്ത് നിന്ന് കാപ്പ ചുമത്തി പുറത്താക്കപ്പെട്ട പ്രതിയിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചത്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.